Hi friends, എല്ലാവർക്കും റോഷിന്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ ഇട്ട വിറ്റാമിൻ സിയുടെ ഓയിൽ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ എപ്പിസോഡിൽ ഞാൻ vitaminE capsule എങ്ങനെ ഉപയോഗിക്കണം, അതിന്റെ സൈഡ് എഫക്റ്റ്, അത് ഹെയറിൽ ഉപയോഗിച്ചാൽ എങ്ങനെയാണ്, സ്കിന്നിൽ ഉപയോഗിച്ചാൽ എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് ഒരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ vitaminE capsule ഇത് കണ്ടോ, ഇതാണ്. അപ്പോൾ നമ്മുടെ ഇവയോൺ എന്ന് പറയുന്ന vitaminE capsule ആണിത്. അപ്പോൾ ഇത് എന്താണെന്ന്, നമ്മൾ ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇത് ഒരുപാട് ആന്റി ഓക്സൈഡുകളുടെ ഒരു കലവറയാണിത്. ഈ ക്യാപ്സ്യൂള് യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിനും ഹെയറിനും വേണ്ടിയാണ്. ഇപ്പോൾ ഒരുപാട് പെൺകുട്ടികളും ആൺകുട്ടികളും യൂസ് ചെയ്യുന്ന ഒരു ഈ ഓയിലാണിത്, vitaminE capsule. പക്ഷെ ഇത് നമ്മൾ ഡയറക്റ്റ് യൂസ് ചെയ്യാമോ? എന്തുകൊണ്ടാണ് നമ്മളിത് ഡയറക്റ്റ് യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്? പൊട്ടിച്ചിട്ട് അതൊന്ന് നോക്കുമ്പോഴത്തേക്ക് ഇതാണ്ടോ, ഇതിന്റെ അകത്തിരിക്കുന്ന ഓയിൽ വളരെ തിക്ക്. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന വെളിച്ചെണ്ണയെ പോലെ അല്ല ഇത്, വളരെ തിക്കായിട്ട് ഒരു കട്ടിയുള്ള ഓയിലാണ്. അപ്പൊ ഈ കട്ടിയുള്ള ഓയിൽ നമ്മൾ സ്കിന്നിൽ ഇടുമ്പോൾ തന്നെ നമുക്കത് മസാജ് ചെയ്യാനോ ഒന്നിനും കഴിയില്ല, ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. അപ്പോഴേ നമുക്കത് ഡയറക്റ്റ് യൂസ് ചെയ്യാൻ പാടില്ലെന്ന് മനസ്സിലാകും. കാരണം എന്ന് വെച്ചാൽ നല്ല കട്ടിയുള്ള സാധനം നമുക്ക് സ്കിന്നിൽ അബ്സോർവ് ചെയ്യാൻ വളരെ വലിയ പാടാണ്. അതുപോലെ തന്നെ ഇതിൽ ഒരുപാട് ഗുണങ്ങളും ഉണ്ട്. നമുക്ക് ചുളിവുകൾ വരുന്നത് തടയാനും സ്ട്രെച്ച് മാർക്ക് സ്ഥലങ്ങളിലൊക്കെ യൂസ് ചെയ്യുന്നതും വളരെയധികം നല്ലതാണ്. ഇതെല്ലാവരും ഡയറക്റ്റ് എടുത്ത് അപ്ലൈ ചെയ്യുന്നതാണ് ചിലവർക്ക് സ്കിന്നിന് പ്രോബ്ലം ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ അതിനെ ഡയല്യൂട്ട് ചെയ്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ vitaminE capsule പിരികത്ത് ഉപയോഗിക്കുന്നവരുണ്ട്, അതിനിടയ്ക്ക് ഐലാഷസിൽ ഉപയോഗിക്കുന്നവരുണ്ട്. അതൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് അവിടെ കട്ടിയുള്ള പിരികത്തിനും ഐലാഷസ് കട്ടിയായിട്ട് വളരാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നു. അതൊക്കെ യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ സ്കിന്നിൽ മാത്രമല്ല, നമ്മുടെ ഇപ്പൊ ആൺകുട്ടികൾ വരെ താടിയിൽ യൂസ് ചെയ്യുന്ന ആൺകുട്ടികൾ വരെ ഉണ്ട്. യൂസ് ചെയ്യുന്നതിൽ പ്രശ്നമില്ല. പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് നമ്മൾ അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ നമുക്കത് സ്ഥിരമായി യൂസ് ചെയ്താൽ, ഓയിലി സ്കിന്നുള്ളവരൊക്കെ ആണെങ്കിൽ സ്ഥിരമായി യൂസ് ചെയ്താൽ എന്തെങ്കിലും പിമ്പിൾസ് വരെയോ ഇതൊക്കെ ആണോ എന്ന് ശ്രദ്ധിച്ച് വേണം നമ്മളത് യൂസ് ചെയ്യാൻ. അപ്പോൾ vitaminE capsule വളരെ നല്ലതാണ്. പക്ഷെ അതിന് ചില സൈഡ് എഫക്റ്റ് ഉണ്ടായിട്ടുള്ളവരും ഉണ്ട്. അപ്പോൾ നമ്മളത് സൂക്ഷിച്ച് മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. എപ്പോഴും ആഴ്ചയിൽ ഒരു 3 ദിവസം യൂസ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഡ്രൈ സ്കിൻ ഉള്ളവർക്കാണ് ഇത് യൂസ് ചെയ്യുന്നതിൽ ഒത്തുകൂടെ നല്ലത്. കാരണം ഡ്രൈ സ്കിന്നൊക്കെ ചുളിവായിട്ടിരിക്കുന്നവർക്ക് ഇത് യൂസ് ചെയ്യുമ്പോൾ അപ്പോൾ ഏജ് തോന്നിക്കില്ലേ, ചുളിവ് വരുമ്പോൾ ഏജ് തോന്നിക്കുക. അപ്പോൾ ഏജ് തോന്നിക്കാതിരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഓയിൽ കൂടിയാണ് ഈ സ്കിൻ വൈറ്റനിങ്ങിലുള്ള vitaminE capsule. പിന്നെ ഇത് കഴിക്കുന്നവരുണ്ട്. അതൊക്കെ ഡോക്ടർമാരെയൊക്കെ അഡ്വൈസ് ചെയ്താൽ മാത്രമേ ഇത് കഴിക്കാവുള്ളൂ. അല്ലാതെ നമ്മൾ വിറ്റാമിൻ സൗന്ദര്യം വർദ്ധിക്കുന്ന പറഞ്ഞാൽ vitaminE capsule എടുത്ത് കഴിക്കരുത്. അതുപോലെ തന്നെ ബാക്കിയുള്ളവർ എന്നും യൂസ് ചെയ്യാമോ എന്ന് ചോദിച്ചാൽ, നമ്മൾ ഏതെങ്കിലും യൂസ് ചെയ്യുന്ന ഓയിലിന്റെ കൂടെ 2 ഡ്രോപ്സ് എടുത്ത് അത് മിക്സ് ചെയ്ത് നമുക്ക് ഡൈല്യൂട്ട് ചെയ്ത് അത് ഉപയോഗിക്കുന്നത് വളരെയധികം നല്ലതാണ്. ഇത് എന്നും യൂസ് ചെയ്യുന്നത് അത്ര നല്ലതല്ല. നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ താരൻ വരാൻ, അതായത് എന്നും സ്ഥിരമായി നമ്മൾ രാത്രിയിൽ ഇതൊക്കെ അപ്ലൈ ചെയ്ത് കിടക്കുകയാണെങ്കിൽ താരൻ വരാൻ ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. എന്നും ഇത് ഓയിൽ കട്ടിയുള്ളതല്ലേ, അപ്പോൾ അത് അവിടെ പറ്റിപ്പിടിച്ചിരുന്ന താരനൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ ഏതിനെങ്കിലും കൂടി ഡയല്യൂട്ട് ചെയ്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ അത്ര വലിയ പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ vitaminE capsuleന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ ടേക്ക് കെയർ, ബൈ.